ഇന്ന് ഉച്ചവരെ നല്ല വെയിലും ഉച്ച കഴിഞ്ഞ് ആ വെയിലിനൊപ്പിച്ച് നല്ല കനത്ത മഴയായിരുന്നു കേട്ടോ. അപ്പം മഴയിൽ നമ്മുടെ പൂക്കളൊക്കെ ഇങ്ങനെ നനഞ്ഞ് കുളിച്ചങ്ങ് നിൽക്കുകയാണ്. നമ്മൾ വാങ്ങി വെച്ച ബഡ് റോസിൽ ഫസ്റ്റ് പൂ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമുക്ക് എന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നാളുകളായിട്ട് ഇവിടെ ഇരിക്കുന്നതാണ് കേട്ടോ ഒരു റിങ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന നാൾ തൊട്ട് കല്യാണത്തിൻ്റെ വീട് പെയിൻ്റ് അടിക്കലും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ആരോ ഈ റിങ് ഇവിടെ കൊണ്ട് വെച്ചതാണ് കേട്ടോ. ആരാന്നറിയത്തില്ല, നമ്മുടെ വീട്ടിലെ ആരോ. അപ്പോൾ ഈ ഒരു റിങ് കുറച്ച് ദിവസമായി ഞാൻ നോട്ടം വയ്ക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് സോപ്പ് പൊടിയൊക്കെ ഇട്ട് ഇതൊന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ഒരു 6-7 വർഷമായിട്ട് ആ മണ്ണിൽ തന്നെ ഒറ്റ ഇരിപ്പിൽ അങ്ങ് ആശാനിരിക്കുമല്ലേ. അതുകൊണ്ട് തന്നെ ഒരുപാട് ചെളിയും പായലും ഒക്കെ ഇതിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പോരാഞ്ഞിട്ട് 2 ആഫ്രിക്കൻ ഉച്ച അതിൻ്റെ അകത്തുണ്ടായിരുന്നു. നല്ല വെയിലായതുകൊണ്ട് റിങ് മുറ്റത്തേക്ക് വെച്ചിട്ടുണ്ട്. ഈ വീഡിയോ ഞാൻ 2 ദിവസം മുമ്പേ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഇനി ഇവൻ ഉണങ്ങി വരുമ്പോഴത്തേക്ക് നമുക്ക് പെയിൻ്റ് അടിക്കാം. ചെടിച്ചട്ടിക്കൊക്കെ അടിക്കുന്ന പെയിൻറ്റ് കുറച്ച് മിച്ചം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ പെയിൻറ്റ് തന്നെയാണ് ഇതിനും അടിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള കുറച്ച് പെയിൻറ്റ് എടുത്ത് അതിലേക്ക് കുറച്ച് മണ്ണെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നട്ടക്കണ്ട വെയിലത്തിരുന്നിട്ട് ഇതിന് നന്നായിട്ട് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം കേട്ടോ. കാരണം വെയിലത്തിന് എടുത്ത് മാറ്റി വെച്ചിട്ട് പിന്നെ ഇവിടെ കൊണ്ട് വയ്ക്കുമ്പോൾ അത്രയും നേരം വെയിൽ കൊള്ളാതിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു നട്ടക്കണ്ട വെയിലത്തിരുന്നിട്ട് ഇതുപോലെ ഇരുന്ന് പെയിൻ്റ് അടിക്കുന്നത് കേട്ടോ. അങ്ങനെ അടിവശം ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് അടിച്ചില്ല, കാരണം അത് മണ്ണിലേക്ക് താത്തി വെക്കാനുള്ളതായതുകൊണ്ട്. അങ്ങനെ എൻ്റെ ഒരു പരീക്ഷണം എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇവിടെ ഒരു അലമാണ്ടയുടെ പ്ലാന്റ് വെപ്പുന്നുണ്ട്. അപ്പോൾ അത് ഈ ഒരു റിങ്ങിൻ്റെ അകത്താക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഉദ്ദേശം. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല കേട്ടോ. ഈ പ്ലാന്റിൻ്റെ ഒരു കമ്പ് പോലും മുറിക്കാതെ ഈ റിങ്ങിൻ്റെ അകത്താക്കി ഇത് നല്ല രീതിയിലൊന്ന് ആക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഉള്ളിലുണ്ടായിരുന്ന ഒരു ബോധം കേട്ടോ. പക്ഷേ എന്ത് ചെയ്താൽ നടക്കുന്നില്ലായിരുന്നു കേട്ടോ. പ്ലാന്റ് എന്ത് ചെയ്താൽ ഇതിൻ്റെ അകത്ത് കയറുന്നില്ലായിരുന്നു. ലാസ്റ്റ് അതിൽ നിന്ന് കുറച്ച് കമ്പുകളൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് ഞാൻ അതൊക്കെ ഒന്ന് കൂട്ടിക്കെട്ടിയിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തു കേട്ടോ. എല്ലാം ആക്കി പെറുക്കി നമ്മുടെ റിങ് ഒന്ന് താത്തി മണ്ണിലേക്ക് വെച്ച് കഴിഞ്ഞപ്പോഴാണ് നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്ലാന്റ് ഒരുപാട് വലുതാണ്, റിങ് ഒരുപാട് താഴെയാണ് കേട്ടോ. അപ്പം ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ഇതങ്ങ് സെറ്റായിട്ട് വന്നില്ല. പിന്നെ അതിലേക്ക് കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ നമുക്കിൻ്റെ രക്ഷയില്ല കേട്ടോ, പ്ലാന്റ് അങ്ങ് വെട്ടുക. പിന്നെ നമ്മൾ രണ്ടും കൽപ്പിച്ചങ്ങ് വെട്ടി. ആദ്യം തന്നെ വെട്ടിയിട്ട് ആ റിങ് ഇറക്കേണ്ട കാര്യമേ എനിക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഉദ്ദേശിച്ച രീതിക്ക് കാര്യങ്ങൾ വന്നില്ല. അപ്പോൾ ഇനിയെങ്കിലും ഈ പ്ലാന്റ് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ വരുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം.